ഓക്കെ. രണ്ടു ദിവസം മുന്നേ ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പെയിൻ വരുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ സാധ്യത ഉണ്ടായിരുന്നോ അങ്ങനെ? ആ ഒന്നാം ഓരത്തൊക്കെ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞതല്ലേ. ഇബ്രാന്റെ വെയിറ്റ് ഇപ്പൊ തന്നെ ആയോ? എന്നാ എപ്പോഴും പ്രതീക്ഷിക്കണം കേട്ടോ ഞങ്ങള്. അപ്പൊ ഏകദേശം ഇപ്പൊ അടുത്ത് തന്നെ നമ്മളെ ഡേറ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഞങ്ങൾ ബാഡി. അപ്പൊ ഗൈസ് കുഞ്ഞോളെ ലാസ്റ്റത്തെ ചെക്കപ്പാട്ടോ അല്ലേ? അപ്പോൾ ഇവിടെ ഉമ്മയും അളിയനൊക്കെ ഉണ്ട് കേട്ടോ. പോലെ ഏൽപ്പിച്ചാണ്ട് കുട്ടികളെ ഏൽപ്പിച്ചാണ്ട് പോവാണ്. അല്ലെ ഞങ്ങൾ പോയി വരട്ടോ. ഓക്കെ എന്നാ അസ്സലാമു അലൈക്കും. പോലടി ഡോറടക്ക്. ടാറ്റാ. നോക്കട്ടെ. ടാറ്റാ. അസ്സലാമലൈക്കും. ആ കയ്യല്ലേ മറ്റേ കൈ. ഓക്കെ. ഇൻഷാ അല്ലാ. ക്ലിയല്ല ക്ലേ. പോയിക്കോട്ടെ. ഇബ്രാനാണ് കയറ്. ആയിക്കോട്ടെ. ക്ലിയർ പോട്ടെ. അങ്ങോട്ട് മുന്നിക്ക് പോട്ടെ പോലെ. ഇതെത്രാമത്തെ സ്കാനിങ്ങാ? ഇന്നിപ്പോ ഡേറ്റ് അറിയാലേ പോയാല്? അങ്ങനെ ഞങ്ങൾ പെൺകുട്ടിയെ കാത്തിരിക്കുകയാണ്. പെൺകുട്ടികളെ ആൺകുട്ടികൾ കുഴപ്പമില്ല, നല്ല കുട്ടിയെ മതി. ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അല്ലേ കുഞ്ഞോളെ? അവിടെ സൗമ്യ, എൻ്റെ സൗമ്യയുടെ ഗൈസ് ഇവിടെ സൗമ്യമായ പെരുമാറ്റമുള്ള ഒരു പെണ്ണുണ്ട് അല്ലേ? അതെ, ഷീസ് സൗമ്യ. ഹായ് സൗമ്യ, ഹൗ ആർ യു? ഫൈൻ. എന്തായി, തിരക്കിലാണോ? സ്കാനിങ് എഴുതിക്കണതിൽ എന്നാ പോയിട്ട് കൊടുത്തിക്കണം. ഡോക്ടറെ കാണണമെങ്കിൽ പ്രഷർ നോക്കട്ടെ ഗൈസ്. അല്ല സൗമ്യ, എന്തായി സ്കാനിങ് റിപ്പോർട്ട്? ലേബർ റൂമിൽ പോവാ? PV വെക്കാനാ? ഡേറ്റ് കൺഫർമേഷൻ ചെയ്യാം. ഞങ്ങൾ പോവല്ലേ? സെറ്റല്ലേ? പേടിയുണ്ടോ? കാക്കൂല്ലേ കൂടെ? നിങ്ങൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത്. നോക്ക് നടക്കുന്ന കുഞ്ഞോൾ ലേബർ റൂമിലേക്ക്. എന്നിട്ട് തിരിഞ്ഞ നിക്കട്ടെ അടക്ക്. ഓക്കെ ടാറ്റാ ഗൈസ്. അങ്ങനെ അവസാനം കുഞ്ഞോൾ PV ഒക്കെ ചെക്ക് ചെയ്ത് എന്നാ നമ്മളെ ഡേറ്റ് എന്നാ പറഞ്ഞേ? 23-ാം തീയതി ചെല്ലാൻ വരാൻ. എന്ത് സ്ഥലത്തല്ലാനോ? ചെക്കപ്പിന് വരാൻ പറഞ്ഞു. അപ്പൊ അതായത് ഇനി 2 ആഴ്ച. പെയിൻ വരുമ്പോ തന്നെ വരാന് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ. രണ്ടു ദിവസം മുന്നേ ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ
പെയിന് വരുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ. ആ ഇപ്പൊ ഒന്നാമതൊക്കെ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞതല്ലേ, ജിബ്രുവിന്റെ ഒക്കെ 10 ദിവസം മുന്നേ കഴിഞ്ഞതല്ലേ ഡേറ്റിന്റെ. അപ്പൊ കൂടട്ടേന്ന് കരുതി ഇരിക്കരുത്, പെയിന് വരുമ്പോ തന്നെ പറയണം. കാരണം അത്ര കുറച്ച് ദൂരം ഉണ്ട്, മനസ്സിലായോ? നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ പറഞ്ഞ് തിരഞ്ഞാണ്ട് ലോങ് പോന്നുകാണ്ടേ അവസാനം ഹോസ്പിറ്റലിലേക്ക് എത്താത്ത അവസ്ഥയാവരുത്, മനസ്സിലായോ? അപ്പം നേരത്തെ തന്നെ പറയാം അല്ലേ സൗമ്യ? അപ്പം നമ്മളുമായി സഹകരിച്ച സൗമ്യക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഗൈസ് മരുന്നൊക്കെ വാങ്ങിയില്ലേ? നമ്മൾ എത്ര കുട്ടീൻ്റെ വെയിറ്റ് പറഞ്ഞോട്ടെ സ്കാനിങ് റിപ്പോർട്ട്? 2 കിലോനും 779 ഗ്രാമോ 3ന്റെ അടുത്ത്. ജിബ്രാൻ്റെ ഒക്കെ വെയിറ്റ്, ജിബ്രാൻ്റെ വെയിറ്റ് ഇപ്പം തന്നെ ആയോ? എന്നാൽ എപ്പോഴും പ്രതീക്ഷിക്കണം കേട്ടോ ഞങ്ങൾ. 2,790 അല്ലേ? അതായത് 2 കിലോന് 790 ഗ്രാമും അല്ലേ? 35 വീക്സും 4 ദിവസമായി. ശരിക്കും എത്രയാണ് ഒരു പ്രസവത്തിൻ്റെ? 37 വീക്ക് ശരിക്കും എനിക്ക് അയക്കണമെന്നോ? പക്ഷെ എന്താ കുട്ടി കുറച്ച് വെയിറ്റ് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. വെയിറ്റ് കുറവ് പറഞ്ഞാൽ ഹൈറ്റിന്റെ എന്തെങ്കിലും പ്രശ്നക്കാരം അതിന്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റ് 37 വീക്ക് അയക്കണം. വെയിറ്റ് കുറവാണത് ശരിക്കും. ഇപ്പോൾ പൊതുവെ 3ന്റെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ. പക്ഷെ നമുക്ക് പോലൊക്കെ ഈ ഏകദേശം ഈ ഒരു വെയിറ്റ് തന്നെ ജിബ്രാനൊക്കെ. അപ്പം എന്തായാലും ഒക്കെ ഓക്കെയാണ്. അപ്പോൾ അപ്പം നമ്മൾ പോവല്ലേ? അപ്പം ഇനി അടുത്ത മീറ്റിംഗ് മിക്കവാറും പ്രസവത്തിനായിരിക്കും അല്ലേ? അതിന് മുമ്പ് ഇനി വരണ്ടല്ലോ? ഇനി 23-ാം തീയതി വരണ്ടല്ലോ? പെയിൻ ഉണ്ടാവുമ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ എത്തിയിട്ടുള്ളത് നമ്മളെ പെരിന്തൽമണ്ണ ബെറി കിഡ്സിലാണല്ലേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ അടുത്ത് തന്നെ നമ്മളെ ഡേറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞങ്ങൾ ന്യൂ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ബെറി കിഡ്സിൽ. അപ്പോൾ ബെറി കിഡ്സിലാണ് നമ്മളെ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ നമ്മൾ പെരിന്തൽമണ്ണ ബെറി കിഡ്സ് എന്നാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചില്ലേ? ഏതെടുത്തേ? പാട്ട് സൗണ്ട് ഓഫ് ആക്കട്ടോ. റേറ്റ് വരും. അല്ല അതിപ്പോ ആൺകുട്ടിക്കോ കുട്ടിക്കോ എടുക്കണേ? നിങ്ങൾക്ക് ഇടാഞ്ചോ? പെൺകുട്ടികൾക്ക് വേറെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എടുക്കണം, ഉറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പൊ എടുക്കണ്ടേ? അപ്പൊ ഗൈസ് ഇവിടെ ചെറിയ ന്യൂ ബോൺ കുട്ടികൾക്ക് എന്നുള്ളതല്ല കേട്ടോ. ഒരു 10 വയസ്സ് വരെയൊക്കെ അല്ലേ? 10-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നമ്മൾ കൂടുതൽ നമ്മൾ ഇവിടെ തന്നെയാണ് ഡ്രസ്സ്. അപ്പോൾ കുറേ ആൾക്കാർ വയ്ക്കലുണ്ട് ഈ ഒരേപോലെയുള്ള ട്രൗസറും കുപ്പായൊക്കെ ഇവിടുന്ന് കിട്ടലെന്ന് വെക്കലുണ്ട്. ഇവിടെ ഡെയിലി വെയർ ആയാലും നമുക്കിങ്ങനെ ഒരു പ്രീമിയം ടൈപ്പ് സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പാ. ഇവിടെ ഇതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ കാണിച്ചു തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ചേഞ്ച് ആയിക്കണം കേട്ടോ. സെലക്ഷനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ചേഞ്ച് ചെയ്യും. ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുന്ന ടീമാണ് നമ്മളെ പെരിന്തൽമണ്ണ ബെറി കിഡ്സ്. ഓക്കെ പറയാന്നോളി. നമുക്ക് അതിൽ തീരണം കേട്ടോ. എന്തൊക്കെയാ വേണ്ടിയിട്ട് എടുത്തോ, അതിനാണ് ഇങ്ങോട്ട് കൊണ്ടു നിൽക്കുന്നത്. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഉണ്ടോ. എന്താടി കഴിഞ്ഞില്ലേ? അതൊക്കെ പുതിയ കുട്ടിക്ക് എടുത്തതാ. സെബാമെഡിന്റെ ക്രീം, ലോഷന്, അങ്ങനെയുള്ള സകല സാധന സംഗമ വസ്തുക്കൾ എടുത്തിക്കണല്ലേ. പൈസ നോക്കിയില്ല? എന്തേ പൈസ നോക്കിയില്ല. പിന്നെ നമ്മൾ ഇത് എടുത്തില്ല കേട്ടോ. മറ്റേ ന്യൂ ബോണിന് വരുന്ന സെറ്റ് ഉണ്ടല്ലോ, കിട്ടിക്കണം. അതുണ്ട് ഇവിടെ. നമ്മൾ ഓൾറെഡി വേറെ ടീമിന്റെ അടുത്ത് നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങില്ലേ. അപ്പൊ അങ്ങനത്തെ ബെഡ് കാര്യങ്ങളൊക്കെ, അതായത് ഗർഭിണി ആണെന്നുണ്ടെങ്കിലേ പ്രഗ്നൻസിന്റെ ലാസ്റ്റ് സമയത്ത് ബെറി കിഡ്സ് ഒന്ന് വന്ന് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് വരെ ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്ത് തരും അല്ലേ. അതായത് ഹോസ്പിറ്റൽ ബാഗ് വരെ ഇവിടുന്ന് പാക്ക് ചെയ്ത് തരും ഫുള്ളായിട്ടില്ലേ.
ഡെലിവറി ചെയ്യേണ്ട ഫുള്ള് സാധനങ്ങൾ എല്ലാ സംഭവവും കുട്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റാക്കി തരും അല്ലേ? ഇനി നിങ്ങൾക്ക് ബെഡിലും ആണെങ്കിൽ ബെഡിന്റെ തന്നെ ബെഡ്, ക്യാരി നെസ്റ്റ്, കൊട്ട, എല്ലാ സംഭവവും നമ്മള് ഇവിടുന്ന് ഉണ്ട്, അവൈലബിൾ ആണ് അല്ലേ? ആ പിന്നെ അതേപോലെ കുട്ടികൾ വലുതായാൽ ഓൽക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബെറി കിഡ്സ് പെരിന്തൽമണ്ണ അല്ലേ? ഓപ്പോസിറ്റ് അജ്മൽ ബിസ്മി. പോലെ എന്നാ ഇന്നത് നമ്മളതാണ് പാക്ക് ചെയ്യാൻ പറയും. എടാ അതെടുത്തെന്നാ സെറ്റായില്ലടി പോലെ. ആ നടന്നു. അപ്പോൾ ഗൈസ് കുറേ ആൾക്കാർ ചോദിച്ചു എവിടെയാണ് ബെറിക്കടി. നമ്മളെ പെരിന്തൽമണ്ണ അജ്മൽ ബിസ്മിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി വെക്കില്ലേ പോലെന്നാ. ഞാൻ എന്താ എനിക്ക് വേണ്ടേ? നാരങ്ങ സോഡ. ഞാനൊരു ഡബിൾ ആംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിൽ കൊതി കൂടാൻ നിൽക്കരുത്. അവിടുന്ന് അവർ മിൽക്കൊക്കെ കുടിച്ചിരിക്കണം മൗസിന്ന്. പേരും വിശപ്പ് നോമ്പിനൊക്കെ ഉണ്ടല്ലോ അവിടെ കേറി ഇരുന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് ബില്ലാവുണ്ടെന്ന് നിൽക്കുന്നത് ഒക്കെ പട കൂട്ടിയും കണ്ടേ. ഞാൻ ടീഷർട്ട് എടുക്കാൻ പോയി അതിൻ്റെ നോമ്പിനെ കുറക്കാൻ പൊട്ടിയാലേ കുറച്ച് അധികം ഉണ്ടാവുമല്ലോ വിശപ്പ് കൂടുന്നു. ബാങ്ക് കൊടുക്കാൻ നേരത്തെ 5 മിനിറ്റിന്റെ ഒക്കെ മുന്നേ ഉണ്ടല്ലോ അതേമാതിരി കൈ ഇതൊക്കെ വിറക്കണം അങ്ങനെ മാതിരി വിശപ്പുണ്ട്. സാൻഡ്വിച്ച് എന്തൊക്കെ അവിൽക്കൊക്കെ കഴിഞ്ഞു അല്ല നമ്മളെ ആംപ്ലേറ്റ് കിട്ടപ്പോ ഞാനിങ്ങനെ സ്പൂണിന്റെ ഇളക്കം കണ്ട കേറിപ്പോ കിട്ടുന്നു. ഒരു വേറെന്തോ ഇളക്കണം കിട്ടും. കുരുമുളകും പൊടി പൊടി പറയാല്ലോ. ബ്രെഡ് ഓംലെറ്റിനാണ്. ബ്രെഡ് ഓംലേറ്റ് എങ്ങനെ കഴിച്ചോ? കുറച്ച് എവിടെ വെക്കണേ ഗ്ലാസ്? എന്നിട്ട് കേറിയിരുന്നു ഒന്നത് സ്പൂണൊക്കെ വേണോ? സ്പൂണോണ്ട് എങ്ങനെ തിന്നാ? കൈ കൊണ്ട് തന്നാ മതി. ഇല്ല കൈ കൊണ്ട് കഴിച്ചോ? മാറ്റി തരണോ? ഞാൻ എന്തേ വിശ്വാസമല്ല?